ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതന്റെ സത്യപ്രതിജ്ഞ നാളെ രാവിലെ 11-ന് വിയ്യൂർ സെൻട്രൽ ജയിലിൽ നടക്കും. മേയർക്കും പരിമിതമായ ഉദ്യോഗസ്ഥർക്കും അംഗീകൃത മാധ്യമപ്രവർത്തകർക്കും മാത്രമാണ് പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. ക്രമീകരണങ്ങൾ ഒരുക്കാൻ വിയ്യൂർ ജയിൽ സൂപ്രണ്ടിന് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. ജനാധിപത്യ സംരക്ഷണം കോടതിയുടെ കടമയാണെന്നും ഉത്തരവിൽ പറയുന്നു. ജനവിധി മാനിക്കണമെന്നും കോടതി വ്യക്തമാക്കി. വാഴോട്ടുകോണം ബി.ജെ.പി. കൗൺസിലർ ആർ. സുഗതന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നാളെ രാവിലെ 11 മണിക്ക് വിയ്യൂർ സെൻട്രൽ ജയിലിൽ നടക്കും. ജയിൽ സൂപ്രണ്ട് ഇതിനായി ക്രമീകരണങ്ങൾ ഒരുക്കണമെന്നും ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണൻ ഉത്തരവിട്ടു. മേയർക്കും പരിമിതമായ ഉദ്യോഗസ്ഥർക്കും അംഗീകൃത മാധ്യമപ്രവർത്തകർക്കും മാത്രമാണ് പ്രവേശനം. ജനാധിപത്യത്തെ സംരക്ഷിക്കുക എന്നത് കോടതിയുടെ കടമയാണ്. ജനാധിപത്യത്തിൽ ജനകീയ കൽപ്പന മാനിക്കപ്പെടണം. ജനാധിപത്യ നടപടിക്രമങ്ങൾ കർശനമായി പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കുക മാത്രമാണ് കോടതിയുടെ ലക്ഷ്യം. എന്നാൽ കേവലം ഒരു നടപടിക്രമത്തിലെ പിഴവിന്റെ പേരിൽ ജനവിധി അട്ടിമറിക്കപ്പെടാൻ പാടില്ല. അസാധാരണ സാഹചര്യങ്ങളിൽ അസാധാരണ തീരുമാനം കോടതിക്കെടുക്കാം. ജനവിധി മാനിക്കാനാണ് അത്തരം അസാധാരണ തീരുമാനം എടുക്കുന്നതെന്നും ഹൈക്കോടതി ഉത്തരവിൽ നിരീക്ഷിച്ചു. തെരഞ്ഞെടുപ്പിന് മുൻപേ ഉൾപ്പെട്ട കേസുകളിലല്ലേ സുഗതനെതിരെ കാപ്പ ചുമത്തിയത്? അതിനാൽ തെരഞ്ഞെടുപ്പ് വിധി അംഗീകരിച്ച് സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകുകയല്ലേ വേണ്ടതെന്നും സർക്കാരിനോട് കോടതി വാദത്തിനിടെ ചോദിച്ചിരുന്നു. കാപ്പ ചുമത്തപ്പെട്ട് ജയിലിൽ തുടരുന്ന തനിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാനായി ഇടപെടൽ നടത്തണമെന്നാവശ്യപ്പെട്ട് ആർ. സുഗതൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ അനുകൂല ഉത്തരവ്. ജനം, കൊച്ചി.